ഫോട്ടോ ആണോ ഡ്രോയിങ് ആണോ? പലരും വിചാരിക്കുന്നത് ഫോട്ടോ പോലിരിക്കുന്ന ആർട്ട് വർക്കുകൾ വരയ്ക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ഡീറ്റെയിലിംഗ് ഉള്ള ചിത്രങ്ങൾ എടുക്കണം എന്നാണ്. പക്ഷേ നിങ്ങളൊരു സിമ്പിൾ ചിത്രം എടുക്കുകയാണെങ്കിൽ പോലും അത് ഫോട്ടോ പോലെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് വരയ്ക്കുന്നുള്ളതാണ്. ഈ ആർട്ട് വർക്ക് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു? ഇതിലെ ഗ്രൂപ്പിൽ വന്നപ്പോൾ ഡിസ്കഷൻ ഉണ്ടായില്ല? ഗ്രൂപ്പിൽ ഞാൻ കണ്ടിരുന്നു മെസ്സേജ് ഒക്കെ. ആൻഡ് ഇത് സിമ്പിൾ ആർട്ട് വർക്കാ, മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ ആർട്ട് വർക്കാ. പക്ഷേ ആ ചെയ്യുന്ന സമയത്തെ എന്താ പറയുക, നമ്മുടെ ആത്മസമർപ്പണം എന്ന് പറയും, അതിനുള്ള ഡെഡിക്കേഷൻ എന്ന് പറയും. അതാണ് ഈ റിസൾട്ട്. പിടികിട്ടുന്നുണ്ടോ? ഇത് കറക്റ്റ് ആ പിക്ചർ നോക്കി അതേപടി അതിലെന്താണുള്ളത്. ഇവിടെ ഒരു വൈറ്റ് ലൈൻ ആണെങ്കിൽ ഇതിലോട്ടൊരു വൈറ്റ് ലൈൻ, വേറെ എക്സ്ട്രാ ടെക്സ്ചർ ഒന്നുമില്ല. അതേപടി ചെയ്ത് വെച്ചിരിക്കുക. ഫോട്ടോ ആണോ ഡ്രോയിങ് ആണോ? വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്ന് ഷെയർ ചെയ്ത് എക്സ്പീരിയൻസ് യാത്ര ചെയ്തതിൻ്റെ. ആദ്യമായി എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഈ 1.5 വർഷമായി ക്ലാസ്സിൽ ചേർന്നിട്ട്. ഇത് 2ാമത്തെ മാസ്റ്റർ പീസ് ആർട്ട് വർക്കാണ്. ആദ്യത്തെ കൊണ്ടുവന്ന് എടുത്തിട്ട് ഒന്നില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ സാറ് കാരണമാണ് ഞാൻ ഈ ലെവലിലേക്ക് എത്തിയത്. പടം വരയ്ക്കാൻ ഒത്തിരി ആഗ്രഹമുള്ള ആളായിരുന്നു. പക്ഷേ ഇത്രയും വരയ്ക്കാൻ പറ്റിയത് സാറിൻ്റെ ക്ലാസ്സിൽ വന്നിട്ടാണ്. യെസ്, ഗുഡ് ഗുഡ് ഗുഡ്, വെരി ഗുഡ്, സൂപ്പർ, അടിപൊളി. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.